ഒരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളിതെങ്ങനെ മറ്റുള്ള വലിയ സൂപ്പർ മാർക്കറ്റിൽ റിലയൻസ്, മോർ, അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ള വലിയൊരു കൺഫ്യൂഷനും അതിൽ പലർക്കും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു കാരണം. ഞാൻ എന്റെ ഹോം സ്പ്രിംഗ് എന്ന ബ്രാൻഡ് ഇതിലേക്ക് എങ്ങനെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തു. ഇത് 1-2 മാസം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയതല്ല. നമ്മൾ ഒരുപാട് ഫോളോ അപ്പ് ചെയ്തു. അതിന്റെ പുറകെ നടന്നതിന് ശേഷം മാത്രമാണ് കുറെ കൺസേൺസ് അവർ പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ളൊരു സംരംഭത്തിലേക്ക് വരുമ്പോൾ പൊതുവേ നമുക്ക് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളായിട്ട് നമുക്ക് ഈ ഫുഡ് ബ്രാൻഡുകൾക്ക് എളുപ്പം അപ്രോച്ച് ചെയ്ത് നമുക്കത് എൻട്രി എടുക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് പിന്നീടുള്ള ബിസിനസ് ഒരു എൻട്രി കിട്ടിയാൽ പിന്നെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മളുടെ ഒരു കഴിവാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്കി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് എൻറ്റയർലി നമ്മളുടെ കയ്യിലിരിക്കുന്നതാണ്. നമ്മളുടെ ക്വാളിറ്റി, കൺസിസ്റ്റൻസി, നമ്മളുടെ മാർക്കറ്റിംഗ്, പ്രൊമോഷൻസ്, അത് നമ്മളുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. പേഴ്സണലായിട്ട് നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ